ജൂൺ 25 നടക്കാനിരിക്കുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മുസ്ലിം സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം മത്സരിക്കാൻ സാധ്യത കൂടുതലാണ്. പാർട്ടിയിലെ പ്രധാന നേതാക്കളെല്ലാം PMA സലാം രാജ്യസഭയിലേക്ക് മത്സരിക്കണമെന്ന വികാരമുള്ളവരാണ്. അതിനിടെ രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ താനില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളെ അറിയിച്ചുവെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. രാജ്യസഭാ തിരഞ്ഞെടുപ്പോടെ പാർലമെന്റിൽ മുസ്ലിം ലീഗിന് കരുത്തു വർദ്ധിക്കും. പൊന്നാനി, മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങൾക്ക് പുറമെ 2 രാജ്യസഭാ സീറ്റുകളിലും ലീഗ് അംഗങ്ങളെത്തുന്ന സാഹചര്യം വരികയാണ്. കൂടാതെ തമിഴ്നാട്ടിലെ രാമനാഥപുരം മണ്ഡലം നിലനിർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലീഗ് നേതൃത്വം. ഇതോടെ പാർലമെന്റിൽ 5 അംഗങ്ങൾ എന്ന നിലയിലേക്ക് മുസ്ലിം ലീഗ് ഉയരും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന വേളയിൽ മുസ്ലിം ലീഗ് 3 എണ്ണം ആവശ്യപ്പെട്ടിരുന്നു. കൂടുതൽ സീറ്റ് കിട്ടാൻ ലീഗിന് അർഹതയുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കളും ആവർത്തിച്ചു. പക്ഷേ നീണ്ട ചർച്ചകൾക്ക് ശേഷം പതിവ് പോലെ മലപ്പുറവും പൊന്നാനിയും മാത്രമാണ് അനുവദിച്ചത്. അടുത്തതായി ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് കോൺഗ്രസ് ലീഗിനെ ആശ്വസിപ്പിച്ചു. ഇതിന്റെ ഭാഗമായിട്ടാണ് വരുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ലീഗ് പ്രതിനിധി മത്സരിക്കാൻ പോകുന്നത്. PK കുഞ്ഞാലിക്കുട്ടി രാജ്യസഭയിലേക്ക് മത്സരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നായിരുന്നു വാർത്തകൾ. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ രാജ്യസഭ വഴി പാർലമെന്റിലെത്തുകയും കേന്ദ്രമന്ത്രി പദം നേടുകയുമാണ് ലക്ഷ്യമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. അതേസമയം PK കുഞ്ഞാലിക്കുട്ടി രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നേതാക്കളും പറയുന്നുണ്ട്. 2019 ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചതും പിന്നീട് രാജിവെച്ചതുമെല്ലാം പദവികൾ ലക്ഷ്യമിട്ടാണ് എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. വീണ്ടും സമാനമായ ചർച്ചയുണ്ടാകുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നാണ് ഇവരുടെ നിലപാട്. നിലവിൽ PMA സലാമിനെ രാജ്യസഭയിലേക്ക് മത്സരിപ്പിക്കാനാണ് മുസ്ലിം ലീഗിലെ ധാരണ. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരൂരങ്ങാടി മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ ആലോചിച്ചെങ്കിലും KPM മജീദിനു വേണ്ടി അദ്ദേഹം മാറിക്കൊടുത്തു. പാർലമെന്ററി രംഗത്ത് സലാമിന് അർഹമായ പരിഗണന നൽകണമെന്നത് ഏറെ നാളായി മുസ്ലിം ലീഗിലുള്ള ആവശ്യമാണ്. INL നിന്ന് തിരിച്ചെത്തിയ ശേഷം സലാമിന് അർഹമായ പരിഗണന നൽകിയില്ല എന്ന അഭിപ്രായവും ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് സലാമിനെ രാജ്യസഭയിലേക്ക് മത്സരിപ്പിക്കാൻ ആലോചിക്കുന്നത്. അതേസമയം രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ ഇല്ല എന്ന് സാദിഖ് അലി തങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നിലവിൽ ഒരുപാട് പണികൾ ഇവിടെയുണ്ട്. രാജ്യസഭാ സ്ഥാനാർത്ഥി ചർച്ച തുടങ്ങുന്നതേയുള്ളൂ. മത്സരിക്കാനില്ലെന്ന് പരസ്യമായി പറയാനുള്ള അനുമതി സാദിഖ് അലി തങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി വിശദീകരിച്ചിരുന്നു. പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കുമാകും അവസരം നൽകുക എന്ന് സാദിഖ് അലി തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം LDF-ന് കിട്ടുന്ന 2 സീറ്റിൽ ആര് മത്സരിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി, എളമരം കരീം എന്നിവരുടെ രാജ്യസഭാ കാലാവധി ജൂലൈ 1 അവസാനിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ജൂൺ 25 തിരഞ്ഞെടുപ്പ്. LDF-ന് ഉറപ്പുള്ള 2-ൽ 1 സീറ്റിൽ CPM ആണ് മത്സരിക്കുക. ബാക്കി 1 സീറ്റിൽ CPI, കേരള കോൺഗ്രസ് M, RJD എന്നീ കക്ഷികളാണ് ആവശ്യക്കാർ. UDF വിട്ട് LDF-ലെത്തുമ്പോൾ രാജ്യസഭാ സീറ്റുമായിട്ടാണ് വന്നത് എന്ന വാദമാണ് കേരള കോൺഗ്രസ് M-നുള്ളത്. എന്നാൽ മുന്നണിയിലെ പ്രധാന കക്ഷിയായ തങ്ങളുടെ സീറ്റ് നിലനിർത്തണമെന്ന് CPI ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തവണ രാജ്യസഭാ സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ട് RJD-യും രംഗത്തുണ്ട്. ഈ കക്ഷികളെ പിണക്കുന്നത് വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നതാണ് CPM നേരിടുന്ന പ്രധാന തലവേദന.